1, 2, 3. നമസ്കാരം, ഞാൻ മജീദ് മുത്തെടുത്ത്. ഇക്കഴിഞ്ഞ മാസം ഒരു ഷർട്ട് വാങ്ങാൻ ഒരു വ്യാപാര സ്ഥാപനത്തിൽ ചെന്നപ്പോൾ എനിക്കുണ്ടായ ഒരു അനുഭവം വിവരിക്കാം. ഞാൻ ചെന്ന് ഷോറൂമിലെ പുരുഷന്മാർക്കുള്ള ഷർട്ട് അടുക്കി വെച്ച കൗണ്ടറിൽ ചെന്നു. ലിനൻ ഷർട്ടാണ് ഞാൻ നോക്കുന്നത്. അപ്പോൾ എന്നെ സമീപിച്ച സെയിൽസ്മാനോട് ഞാൻ പറഞ്ഞു, എനിക്ക് 39 സൈസിൽ വൈറ്റ് നിറത്തിലുള്ള ഒരു ലിനൻ ഷർട്ട് വേണം. അപ്പോൾ അദ്ദേഹം ഞാൻ ഇട്ടിരിക്കുന്ന ഷർട്ടിലേക്ക് സൂക്ഷിച്ചു നോക്കി. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, നിങ്ങളിപ്പോൾ ധരിച്ചിരിക്കുന്ന ലിനൻ ക്വാളിറ്റി കുറഞ്ഞതാണ്. എന്നാൽ ഞങ്ങളുടെ ഷോറൂമിൽ ഉള്ള ലിനൻ വസ്ത്രങ്ങൾ ഏറ്റവും മികച്ച ക്വാളിറ്റിയിലുള്ളതാണ്. നിങ്ങൾക്കിഷ്ടം പോലെ തിരഞ്ഞെടുക്കാം. ഇതുപോലുള്ള ബ്രാൻഡഡ് അല്ലാത്ത ലിനൻ ഷർട്ടുകൾ ഇപ്പോഴത്തെ ഫാഷന് ചേർന്നതല്ല, ഇപ്പോഴാരും ധരിക്കാറില്ല. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ധരിച്ച വസ്ത്രത്തെക്കുറിച്ചുള്ള അദ്ദേഹത്തിൻ്റെ അഭിപ്രായം എന്നെ സ്വീകാര്യമായിരുന്നില്ല എന്നത് ഞാൻ ഉദ്ദേശിച്ചത്, അത് ഏതൊരു കസ്റ്റമറെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ആവാനാണ് സാധ്യത. താൻ തിരഞ്ഞെടുത്തത് അന്ന് തൻ്റെ കയ്യിലുള്ള പണത്തിന് യോജിച്ചതും തൻ്റെ ടേസ്റ്റിനും പ്രിഫറൻസിനും യോജിച്ചതും ആയതുകൊണ്ടായിരിക്കാം അന്ന് ആ വസ്ത്രം തിരഞ്ഞെടുത്ത് ഷോറൂമിൽ വരുമ്പോൾ അദ്ദേഹം ധരിച്ചത്. ഇവിടെ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഒരു വ്യാപാര സ്ഥാപനത്തിൽ കസ്റ്റമേഴ്സുമായി ഇടപഴകുന്ന സെയിൽസ്മാൻ അല്ലെ വ്യാപാരി ചില കാര്യങ്ങൾ കണിശമായും ശ്രദ്ധിക്കേണ്ടതുണ്ട്, പരിഗണിക്കേണ്ടതുണ്ട്. അങ്ങനെ പരിഗണിക്കേണ്ട 3 കാര്യങ്ങളെ കുറിച്ച് പറയാം. 1, ബി എൻ ആക്റ്റീവ് ലിസണർ വിത്തൗട്ട് ഇൻ്ററപ്ഷൻ. ഒരു സെയിൽസ്മാനോ അല്ലെങ്കിൽ ഒരു വ്യാപാരിയോ കസ്റ്റമറെ പൂർണ്ണമായും കേൾക്കുന്ന, അയാൾക്ക് വേണ്ടി ചെവി കൂർപ്പിച്ചു വെക്കുന്ന ഒരു ശ്രോതാവാകുക. കസ്റ്റമർക്ക് പറയാനുള്ളത്, അയാളുടെ താല്പര്യങ്ങൾ, അയാളുടെ മനസ്സിലുള്ള താൻ വാങ്ങിക്കാൻ പോകുന്ന സാധനങ്ങളെക്കുറിച്ചോ സേവനങ്ങളെക്കുറിച്ചോ ഉള്ള സങ്കല്പങ്ങൾ മുഴുവനും കേൾക്കുക. 2, കസ്റ്റമറുടെ താല്പര്യങ്ങളോട്, അയാളുടെ ആവശ്യങ്ങളോട് നിഷേധാത്മകമായോ അല്ലെങ്കിൽ അതിനെ അവജ്ഞയോടോ കാണാതിരിക്കുക. ഒരുപക്ഷെ കസ്റ്റമർ പറഞ്ഞ കാര്യങ്ങൾ ഈ ഉൽപ്പന്നവുമായി യോജിക്കാത്തതാവാം. അപ്പോൾ അദ്ദേഹത്തിൻ്റെ അജ്ഞതയെ നമ്മൾ അവഗണിക്കരുത്, കളിയാക്കരുത്. അനുഭാവപൂർവമായ ഒരൈക്യം കസ്റ്റമറുടെ ആവശ്യങ്ങളോട് നമ്മൾ പുലർത്തണം. 3, കസ്റ്റമറോട് ആ സാധനത്തിൻ്റെയോ സേവനത്തിൻ്റെയോ വില നിലവാരത്തെക്കുറിച്ച് പറയാതെ അത് എപ്രകാരം അയാൾക്ക് ഉപകാരപ്പെടുന്നു എന്ന് വിശദീകരിച്ചു കൊടുക്കുകയാണ് ഒരു സെയിൽസ്മാൻ, വ്യാപാരി ചെയ്യേണ്ടത്. കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ ഉയർത്തണമെങ്കിൽ, അതല്ലെങ്കിൽ വിൽപ്പന വർദ്ധിപ്പിക്കണമെങ്കിൽ, വിജയിപ്പിച്ചെടുക്കണമെങ്കിൽ, ബിസിനസ് ക്ലോസിംഗ് എന്ന ഒരു പ്രോസസ്സിലേക്ക് വരണമെങ്കിൽ കസ്റ്റമർക്ക് തൻ്റെ ആവശ്യം ഈ ഉൽപ്പന്നത്താൽ നിർവഹിക്കപ്പെടും എന്ന ധാരണ വരണം. അതുകൊണ്ട് ആ ഉൽപ്പന്നത്തിൻ്റെ ഫീച്ചേഴ്സിനെ കുറിച്ചോ ബെനഫിറ്റ്സിനെ കുറിച്ചോ കസ്റ്റമറോട് കൂടുതലായും സംസാരിക്കുക.